ഗുഡ് മോർണിംഗ്. നമുക്ക് അടുത്ത തിയറം നോക്കാം. തിയറത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീക്വൻസ് ഓഫ് ഫങ്ഷൻസ് ഉണ്ട് F5. അത് എക്സ് നിന്ന് വൈ എയിലേക്കാണ്. എക്സിൽ നമ്മളെ വീക്ക് ടോപ്പോളജി ഉണ്ട്. ഈ F5s ഡിറ്റർമിൻ ചെയ്യുന്ന വീക്ക് ടോപ്പോളജി ഉണ്ട്. വീക്ക് ടോപ്പോളജി ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച് F5നെയും കണ്ടിന്യൂസ് ആക്കുന്ന ടോപ്പോളജി ഇവിടെ എക്സിൽ അങ്ങനത്തേലുള്ള ഏറ്റവും സ്മോളസ്റ്റ് ടോപ്പോളജിയാണ് എക്സിൽ ഇപ്പം നമ്മൾ ഇട്ടിരിക്കുന്നത്. വൈ എയിൽ ടോപ്പോളജീസ് ടോഐ ഉണ്ട്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും ഒരു സ്പേസ് എടുക്കുന്നു, ഒരു ടോപ്പോളജിക്കൽ സ്പേസ് സെറ്റ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സെഡിന്ന് ഈ വീക്ക് ടോപ്പോളജിയിലേക്കുള്ള ഒരു ഫങ്ഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ആകുക എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. സെഡിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്പേസ് സെഡ് എടുത്തിട്ട് സെഡിൽ നിന്ന് വീക്ക് ടോപ്പോളജിയിലേക്കുള്ള ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണം എന്നുണ്ടെങ്കിൽ കോമ്പോസിറ്റ് ഫങ്ഷൻ Fi കോമ്പോസിഷൻ G ഫ്രം സെറ്റ് ടു വൈ എ ഈസ് കണ്ടിന്യൂസ്. Fi കോമ്പോസിഷൻ G എന്ന് പറഞ്ഞാൽ G സെഡ് നിന്ന് എക്സിലേക്ക്, Fi എക്സ് നിന്ന് വൈ എയിലേക്ക്. അപ്പോൾ Fi കോമ്പോസിഷൻ G എന്ന് പറയുന്നത് സെഡ് നിന്ന് വൈ എയിലേക്ക്. ഈ കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ G കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ G കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ കോമ്പോസിഷൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. ഒരു പാർട്ട് ഈസിയാണ്. നമ്മൾ G കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. എക്സിൽ വീക്ക് ടോപ്പോളജി ആയത് കാരണം Fiൽ വരുന്ന Fis എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. വീക്ക് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ അതാണ് എല്ലാ Fisനെയും കണ്ടിന്യൂസ് ആക്കുന്നത്. അപ്പോൾ Fiയും കണ്ടിന്യൂസ് ആണ്, Gയും കണ്ടിന്യൂസ് ആണ്. നമുക്കറിയാം കോമ്പോസിഷൻ ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അതുകൊണ്ട് Fi കോമ്പോസിഷൻ G ഈസ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ Fi കോമ്പോസിഷൻ Gയും കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി കോൺവേഴ്സിന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് Fi കോമ്പോസിഷൻ G കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് G കണ്ടിന്യൂസ് ആണെന്നാണ്. അപ്പോൾ G കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടുത്തെ ഓപ്പൺ സെറ്റുകൾ എടുക്കും, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ എക്സിൽ പ്രോഡക്റ്റ് ടോപ്പോളജിയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എല്ലാ ഓപ്പൺ സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആവുക, അല്ലെങ്കിൽ എല്ലാ ബേസിസ് എലമെൻസിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആകുക, അല്ലെങ്കിൽ സബ് ബേസിസ് എലമെൻസിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ആകുക. ഇതിലേതെങ്കിലും ഒന്ന് മതി. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നു, ഇവിടെ നമുക്ക് Fi ഈസ് ഫ്രം എക്സ് ടു വൈ എ ആണ്. അപ്പോൾ ഞാൻ ഈ വൈ എയിലുള്ള ഒരു ഓപ്പൺ സെറ്റ് വി എ എടുക്കുന്നു. അതായത് വി എ ബിലോങ്സ് ടു ടോഐ. അങ്ങനെ ഒരു വി എ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Fi ഇൻവേഴ്സ് ഓഫ് വി എ എവിടെ വരും? Fi ഇൻവേഴ്സ് ഓഫ് വി ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ വരുന്നത്, എക്സിലാണ് വരുന്നത്, Fi ഇൻവേഴ്സ് ഓഫ് വി ഐ. അത് ആക്ച്വലി നമ്മൾ നേരത്തെ നമ്മുടെ ഡിസ്കഷനിൽ മനസ്സിലായിട്ടുണ്ട്. അത് വീക്ക് ടോപ്പോളജീൻ്റെ എന്താണ്? അത് the family S of all subsets of the form Fi inverse of V is a sub-basis for the weak topology on X. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ Fi ഇൻവേഴ്സ് ഓഫ് വി ഐ വീക്ക് ടോപ്പോളജീൻ്റെ സബ് ബേസിസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ G കണ്ടിന്യൂസ് ആണ് എന്നാണ് കിട്ടേണ്ടത്. G കണ്ടിന്യൂസ് ആണെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എക്സിൻ്റെ സബ് ബേസിസ് എലമെൻസിൻ്റെ ഇൻവേഴ്സ് സെഡിൽ ഓപ്പൺ ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഉള്ള എക്സിൻ്റെ സബ് ബേസിസ് എന്ന് പറയുന്നത്, സബ് ബേസിലുള്ള എലമെൻറ്റ് Fi ഇൻവേഴ്സ് വി ഐ ആണ്. അപ്പോൾ ആ Fi ഇൻവേഴ്സ് വി ഐൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? G ഇൻവേഴ്സ് F ഇൻവേഴ്സ് വി ഐ ആണ്. ഈ G ഇൻവേഴ്സ് F ഇൻവേഴ്സ് വി ഐനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് F കോമ്പോസിഷൻ G ഇൻവേഴ്സ് ഇവിടെ G ഇൻവേഴ്സ് Fi ഇൻവേഴ്സ് ഉണ്ട്, വേണമെങ്കിൽ ഇത്. അപ്പോൾ എന്താവും? ദിസ് ഈസ് Fi കോമ്പോസിഷൻ G ഇൻവേഴ്സ് വി ഐ ആണിത്. ഇനി Fi കോമ്പോസിഷൻ G ഇൻവേഴ്സ് വി ഐനെ കുറിച്ച് ചിന്തിച്ച് നോക്ക്. അത് നമുക്കിത് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് Fi കോമ്പോസിഷൻ G ഈസ് ഫ്രം സെഡ് ടു വൈ ഐ ആണ്.
അപ്പോൾ വൈ ഐയിൽ ഒരു ഓപ്പൺ സെറ്റ് ബി ഐ എടുത്താൽ എഫ് ഐ കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എവിടെ വരും? സെഡിൽ വരും. സെഡിൽ അതെന്തായിരിക്കും? ഇത് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇൻവേഴ്സ് ഇമേജ് സെഡിൽ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇത് ഓപ്പൺ ഇൻ സെഡ് ആയിരിക്കും. ഇത് ഓപ്പൺ ഇൻ സെഡ് ആണെങ്കിൽ ഇത് ഓപ്പൺ ഇൻ സെഡ് ആയിരിക്കും. ഇത് ഓപ്പൺ ഇൻ സെഡ് ആണെങ്കിൽ നമുക്ക് എന്താ കിട്ടിയത്? എക്സിലുള്ള എക്സിൻ്റെ ഒരു സബ്സെറ്റിൻ്റെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ ജി അത് ഓപ്പൺ ഇൻ സെഡ് ആണെന്ന് കിട്ടി. ഓപ്പൺ ഇൻ സെഡ് ആണെങ്കിൽ നമുക്കിത് പറയാം, ഈ ജി കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഡ്യുവൽ പ്രോബ്ലം, അതായത് ഈ പ്രോബ്ലം നമ്മളെ വീക്ക് ടോപ്പോളജി വെച്ചിട്ടാണ്. ഇനി ഇത് സ്ട്രോങ് ടോപ്പോളജി വെച്ചിട്ടുള്ള കാര്യം. സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പറയാം, പ്രൂവ് ചെയ്യേണ്ടത് നിങ്ങൾ മറ്റേതിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡ്യുവൽ എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്കിത് കിട്ടും. അപ്പോൾ നിങ്ങൾ പ്രൂവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് അതെന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഫാമിലി ഓഫ് ഫങ്ഷൻസ്. നേരത്തേൽ എങ്ങനെയായിരുന്നു? നേരത്തേൽ നമ്മൾ ഫാമിലി ഓഫ് ഫങ്ഷൻ എക്സ് ടു വൈ ഐ ആയിരുന്നു. ഇവിടെ വൈ ഐന്ന് എക്സിലേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ടോപ്പോളജി ഇടുന്നത്. ഈ ടോപ്പോളജി എങ്ങനെയായിരിക്കും? സ്ട്രോങ് ടോപ്പോളജിയാണ്. ഈ എഫ് ഐ എന്ന് പറയുന്ന ഫാമിലി ഡിറ്റർമിൻ ചെയ്യുന്ന സ്ട്രോങ് ടോപ്പോളജിയാണ് എക്സിലുള്ളത്. വൈ ഐയിൽ ടോ ഐ എന്ന് പറയുന്ന ടോപ്പോളജിയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി സ്പേസ് സെഡ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ സെഡ് എന്ന് എക്സിലേക്കായിരുന്നു, ഇപ്പം നമ്മൾ എക്സ് എന്ന് സെഡിലേക്ക് തിരിച്ചാണ് എടുക്കുന്നത്. അപ്പം എക്സ് എന്ന് ഈ സ്ട്രോങ് ടോപ്പോളജിയിൽ നിന്ന് സെഡിലേക്കുള്ള ഒരു ഫങ്ഷൻ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ ജി കോമ്പോസിഷൻ എഫ് ഐ ഫ്രം വൈ ഐ ടു സെഡ്. ജി കോമ്പോസിഷൻ എഫ് ഐ എവിടെ നിന്നാണ് എടുക്കുക? എഫ് ഐ വരുന്ന വൈ ഐന്ന് എക്സിലേക്ക്, അത് കഴിഞ്ഞ് ജി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് എന്ന് സെഡിലേക്ക്, അപ്പോൾ ഇത് വൈ ഐന്ന് സെഡിലേക്ക്. അത് കണ്ടിന്യൂസ് ആണെങ്കിൽ, ആ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ജി കണ്ടിന്യൂസ് ആയിരിക്കണം. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു പ്രത്യേക തരം സ്ട്രോങ് ടോപ്പോളജി പറയുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ടോപ്പോളജികളിലൊക്കെ ഇപ്പോൾ സ്ട്രോങ് ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഐ ഫ്രം വൈ ഐ ടു എക്സ്. ഇവിടെ വൈ ഐക്ക് ടോ ഐ എന്ന് പറയുന്ന ടോപ്പോളജി ഉണ്ടാകും. എല്ലാ എഫ് ഐനെയും കണ്ടിന്യൂസ് ആകുന്ന തരത്തിൽ എക്സിൽ നമ്മൾ സ്ട്രോങ് ടോപ്പോളജി ഡിഫൈൻ ചെയ്യും. ഇനി സപ്പോസ് ഈ ഫങ്ഷൻ ഇതിപ്പോൾ F1 F2 എക്സെട്ര FN ഇങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. ഓരോ ഫങ്ഷനും F1ന് y1 ഉണ്ടാവും, F2ന് y2 ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ഇനി ഇതിന് പകരം സപ്പോസ് ഒരു ഫങ്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ FI എന്ന് നമ്മൾ വിളിക്കില്ല, നമ്മൾ F എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ y കുറേ എണ്ണം ഉണ്ടാവില്ല, ഒറ്റയൊന്നേ ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ y എന്ന് വിളിച്ചു. അപ്പോൾ F ഫ്രം y ടു എക്സ്, ഇത് കണ്ടിന്യൂസ് ആകുന്ന ഈ ഫങ്ഷൻ, ഈ ഒരു സിംഗിൾ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകുന്ന തരത്തിലുള്ള സ്ട്രോങ് ടോപ്പോളജി എക്സിൽ പറയണം. അത് ആ കാര്യമാണ് നമ്മളെ കോഷ്യൻ്റ് ടോപ്പോളജി അഥവാ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് വൈ ഉണ്ട്, എക്സിലുള്ള ടോപ്പോളജി ടോ, വൈയിലുള്ള ടോപ്പോളജി യു, എഫ് ഫ്രം എക്സ് ടു വൈ. ഇത് ഈ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ എഫ് ഓൺ ടു ഫങ്ഷൻ ആയിരിക്കണം, ഒരു സർജക്ഷൻ ആയിരിക്കണം. സർജക്ഷൻ മാത്രമേ ഉള്ളൂ ഈ കോഷ്യൻ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എക്സ് എന്ന് വൈയിലേക്കുള്ള, ഇത് രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ആണ്. എക്സ് എന്ന് വൈയിലേക്കുള്ള ഒരു ഫങ്ഷൻ മാപ്പ് എന്ന് പറയുമ്പോൾ ആലോചിക്കണേ, മാപ്പ് എന്ന് പറഞ്ഞാൽ വെറും ഫങ്ഷൻ അല്ല, കണ്ടിന്യൂസ് ഫങ്ഷനാണ്. അപ്പോൾ ഒരു ഓൺ ടു ഫങ്ഷൻ കോഷ്യൻ മാപ്പ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ഈസ് ദി സ്ട്രോങ് ടോപ്പോളജി ജനറേറ്റഡ് ബൈ ദി സിംഗിൾട്ടൺ ഫാമിലി സ്ക്രിപ്റ്റ് സെറ്റ് എഫ്. അതായത് ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകത്തക്ക രീതിയിലുള്ള ഇവിടെ ഇപ്പോൾ എക്സ് എന്ന് വൈയിലേക്കാണ്. ഈ ഫങ്ഷൻ കണ്ടിന്യൂസ് ആകത്തക്ക രീതിയിൽ നമ്മൾ ഈ വൈയിൽ ഡിഫൈൻ ചെയ്യുന്ന സ്ട്രോങ് ടോപ്പോളജി ആയിരിക്കണം ഈ യു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മാപ്പിനെ കോഷ്യൻ മാപ്പ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ ടോപ്പോളജി യുവിനെ കോഷ്യൻ ടോപ്പോളജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് എഫ്. എഫും എക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്.
ആ സമയത്ത് നമ്മൾ ഈ വൈനെ പറയും കോഷ്യൻ സ്പേസ് ഓഫ് എക്സ്. കോഷ്യൻ സ്പേസ് ഓഫ് എക്സ്. അപ്പോൾ കോഷ്യൻ സ്പേസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിന്ന് വൈയിലേക്കുള്ള ഒരു ഓൺ ടു മാപ്പാണ്. സച്ച് ദാറ്റ് ഈ വൈയിൽ സ്ട്രോങ് ടോപ്പോളജി ഡിറ്റർമൈൻഡ് ബൈ എഫ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ മാപ്പ് എഫിനെ കോഷ്യൻ മാപ്പ് എന്നും ഈ വൈയിലുള്ള സ്ക്രിപ്റ്റ് യുവിനെ കോഷ്യൻ ടോപ്പോളജി എന്നും നമ്മൾ വിളിക്കും. അപ്പോൾ കോഷ്യൻ ടോപ്പോളജി ആവാനുള്ള കണ്ടീഷൻ എന്താണ്? യു ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി ജനറേറ്റഡ് ബൈ സെറ്റ് എഫ്. ഓക്കെ. ഒരു പ്രപ്പോസിഷൻ ഉണ്ട്. പ്രപ്പോസിഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവരി ഓപ്പൺ സബ്ജക്റ്റീവ് മാപ്പ് ഈസ് എ കോഷ്യൻ മാപ്പ്. എല്ലാ ഓപ്പൺ ആയിട്ടുള്ള സബ്ജക്റ്റീവ് ആയിട്ടുള്ള മാപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഫങ്ഷൻ കോഷ്യൻ്റ് ആയിരിക്കും. അതുപോലെ എല്ലാ ക്ലോസ്ഡ് സബ്ജക്റ്റീവ് മാപ്പ് കോഷ്യൻ മാപ്പായിരിക്കും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഓപ്പൺ ആവുക, സബ്ജക്റ്റീവ് ആകുക, കണ്ടിന്യൂസ് ആവുക. അങ്ങനെയാണെങ്കിൽ അത് കോഷ്യൻ മാപ്പായിരിക്കും. രണ്ടാമത്തെ ഇവിടെ പ്രൂഫ് ഉണ്ട്. ആ പ്രൂഫ് പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ പ്രൂഫ് പറയാം. രണ്ടാമത്തെ എന്താ വെച്ചാൽ എവ്രി ക്ലോസ്ഡ് സബ്ജക്റ്റീവ് മാപ്പ് ഈസ് എ കോഷ്യൻ മാപ്പ്. അതായത് ഒരു മാപ്പ് ഓൺ ടു ആണ്, അത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ്ഡ് സെറ്റ്സിനെ ക്ലോസ്ഡ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുക. മാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂസ് ആവുക. അങ്ങനെയാണെങ്കിൽ കോഷ്യൻ മാപ്പാണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കോഷ്യൻ മാപ്പാണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു മാപ്പ് എടുക്കണം. എങ്ങനത്തെ മാപ്പ്? ഒരു എഫ് എടുക്കും. നമുക്ക് ടോപ്പോളജിക്കൽ സ്പേസസ് വേണം, എക്സ്റ്റോയും വൈ സ്ക്രിപ്റ്റ് യുവും. രണ്ട് ടോപ്പോളജിക്കൽ സ്പേസ് എടുത്തു. എക്സ് എന്ന് വൈയിലേക്കുള്ളൊരു ഫങ്ഷൻ എഫ് എടുത്തു. ഈ എഫ് എന്തൊക്കെയാണ്? ഓൺ ടു ആണ്, ക്ലോസ്ഡ് ആണ്, കണ്ടിന്യൂസ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് കോഷ്യൻ മാപ്പാണ് എന്നാണ്. അപ്പോൾ കോഷ്യൻ മാപ്പാണ് എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ യു എന്ന് പറയുന്നത് എന്താണെന്ന് കാണിക്കണം. യു ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി ഡിറ്റർമൈൻഡ് ബൈ ടോ ആൻഡ് എഫ് ആണ് എന്ന് കാണിക്കണം. അപ്പം സ്ക്രിപ്റ്റ് യു ഇസ് ദി സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? നമ്മൾ വൈൻ്റെ ഒരു സബ്സെറ്റ് എടുക്കുന്നു, വി സബ്സെറ്റ് ഓഫ് വൈ എടുക്കുന്നു. വി ഓപ്പൺ ഇൻ വൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? വി ഓപ്പൺ ഇൻ വൈ എന്ന് പറഞ്ഞാൽ വി ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് യു ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്തായിരിക്കും? എഫ് കണ്ടിന്യൂസ് ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും. ഇനി തിരിച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ക്രിപ്റ്റ് യു എന്ന് പറയുന്നത് സ്ട്രോങ് ടോപ്പോളജി ആണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാണിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വി ഓപ്പൺ ഇൻ വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ്. ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്. ഇങ്ങനെയാണെങ്കിൽ വി ഓപ്പൺ ഇൻ വൈ ആകുമ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് ആകുക, എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് ആകുമ്പോൾ വി ഓപ്പൺ ഇൻ വൈ ആകുക. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇത് കോഷ്യൻ ടോപ്പോളജിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ വി ഓപ്പൺ ഇൻ വൈ എടുത്തു. വി ഓപ്പൺ ഇൻ വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വി, എഫ് കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് ഇൻവേഴ്സ് ഇമേജ് ഓഫ് ഓപ്പൺ സെറ്റ്സ് ആർ ഓപ്പൺ, അതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് എടുത്തു, കിട്ടി. ഇനി തിരിച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് എടുത്തു. എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് വി എക്സിൽ ക്ലോസ്ഡ് ആയിരിക്കും. ക്ലോസ്ഡ് ആണെങ്കിൽ ഇത് എഫ് എന്ന് പറയുന്ന ക്ലോസ്ഡ് മാപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇമേജ് അണ്ടർ എഫ് ക്ലോസ്ഡ് ആയിരിക്കും. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ക്ലോസ്ഡ് ഇൻ വൈ ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് വി, നമുക്ക് എഫിനെ പറ്റി എന്തറിയാം? എഫ് ഓൺ ടു ആണ്. എഫ് ഓൺ ടു ആണെങ്കിൽ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് എഴുതാം.
ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓൺ ടു ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് വൈ ആയിരിക്കും, മൈനസ് എഫ് ഇൻവേഴ്സ് ക്യാൻസലായി ബി കിട്ടി. സോ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് വി എന്ന് പറഞ്ഞാൽ അത് വൈ മൈനസ് വി ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ക്ലോസ്ഡ് ഇൻ വൈ ആയതുകൊണ്ട് വൈ മൈനസ് വി എന്തായി? ക്ലോസ്ഡ് ഇൻ വൈ ആയി. വൈ മൈനസ് വി ക്ലോസ്ഡ് ഇൻ വൈ ആണെങ്കിൽ വി ഓപ്പണിങ് വൈ ആയി. ഇപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? നമ്മൾ ഈ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്തു. അതിൻ്റെ മീനിങ് എന്താണ്? സ്ക്രിപ്റ്റ് യു ഇസ് ദി സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി ഡിറ്റർമൈൻഡ് ബൈ ടോ ആൻഡ് എഫ്. സ്ക്രിപ്റ്റ് യു സ്ട്രോങ്ങസ്റ്റ് ടോപ്പോളജി ആണെങ്കിൽ ഈ മാപ്പ് എന്തായിരിക്കും? ഈ മാപ്പ് കോഷ്യൻ മാപ്പായിരിക്കും. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തു എവരി ക്ലോസ് സർജക്റ്റീവ് മാപ്പ് ഈസ് എ കോഷ്യൻ മാപ്പ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി അടുത്തത് തിരിച്ചുള്ളത്, എവരി ഓപ്പൺ സർജക്റ്റീവ് മാപ്പ് ഈസ് എ കോഷ്യൻ മാപ്പ്. എവരി ഓപ്പൺ സർജക്റ്റീവ് മാപ്പ്, അപ്പം എഫ് ഫ്രം എക്സ് ടു വൈ ഇത് ഓൺ ടു ആണ്, ഓപ്പൺ ആണ്, കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കോഷ്യൻ മാപ്പാണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ കോഷ്യൻ മാപ്പാണെന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ വി ഓപ്പൺ ഇൻ വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് വി ഓപ്പൺ ഇൻ വൈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ്. ഇത് കാണിച്ചാൽ മതി. അപ്പോൾ വി ഓപ്പൺ ഇൻ വൈ ആണെന്ന് വിചാരിക്കുക. വി ഓപ്പൺ ഇൻ വൈ ആണെങ്കിൽ ഇത് കണ്ടിന്യൂസ് മാപ്പ് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് ഓഫ് വി എങ്ങനെയായിരിക്കും? ഓപ്പൺ ഇൻ എക്സ് ആയിരിക്കും, ഡയറക്റ്റ് ആണ്. രണ്ടാമത്തെ തിരിച്ച് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് എടുത്തു. എഫ് ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ എക്സ് എടുത്തു. എഫ് ഒരു ഓപ്പൺ മാപ്പാണ്. ഓപ്പൺ മാപ്പ് ഓപ്പൺ സെറ്റിനെ ഓപ്പൺ സെറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം എഫ് ഇൻവേഴ്സ് ഓഫ് വി ഇതെങ്ങനെയായിരിക്കും? ദിസ് ഈസ് ഓപ്പണിങ് വൈ ആയിരിക്കും. ബട്ട് എഫ് ഈസ് ഓൺ ടു. എഫ് ഓൺ ടു ആണെങ്കിൽ എഫ് ഓഫ് എഫ് ഇൻവേഴ്സ് ഓഫ് വി ഈസ് വി ആയിരിക്കും. അപ്പം വി ഓപ്പണിങ് വൈ ആയിരിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്നത് ഒരു കോഷ്യൻ മാപ്പാണ്. ഓക്കെ. അടുത്തത് ഈച്ച് ഫാക്ടർ സ്പേസ് ഈസ് എ കോഷ്യൻ സ്പേസ് ഓഫ് ദി ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ് ഓഫ് സ്പേസസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ടോപ്പോളജിക്കൽ സ്പേസസ് എടുക്കുന്നു. ഫാമിലി ഓഫ് നോൺ എം ടി ഒക്കെ നോൺ എം ടി ആണ്, ഒന്നും എം ടി അല്ല. എക്സ് ഐ ടോ ഐ എന്ന് പറയുന്ന ടോപ്പോളജിക്കൽ സ്പേസസുകൾ എടുത്തു. എന്നിട്ട് അതിൻ്റെ ടോപ്പോളജിക്കൽ പ്രോഡക്റ്റ് x2 എടുത്തു. അതായത് എക്സ് എന്ന് പറയുന്നത് x1 ക്രോസ് x2 ക്രോസ് എക്സെട്രാ ക്രോസ് xn. ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഡക്റ്റ് ടോപ്പോളജി എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രോഡക്റ്റ് ടോപ്പോളജിയിലെ ബേസിസ് എലമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ബോക്സുകളാണ്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ഷൻ മാപ്പ് പൈ ഐ ഫ്രം എക്സ് ടു എക്സ് ഐ. പ്രൊജക്ഷൻ മാപ്പിനെ കുറിച്ച് നമുക്കറിയാം. പ്രൊജക്ഷൻ മാപ്പ് എന്താ ചെയ്യുന്നത്? ഇപ്പോൾ R2-ലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് എടുത്താൽ ഇതിൻ്റെ ഇങ്ങോട്ടുള്ള പ്രൊജക്ഷനാണ് എടുക്കുന്നത്. പ്രൊജക്ഷൻ എടുക്കുമ്പോൾ ഈ മാപ്പ് എപ്പോഴും ഓൺ ടു ആയിരിക്കും, അതിൽ സംശയമൊന്നുമില്ല. അപ്പം പ്രൊജക്ഷൻ മാപ്പ് ഓൺ ടു ആണ്. വി ക്ലെയിം ടോ ഐ ഈസ് ദി കോഷ്യൻ ടോപ്പോളജി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സ് ഐയിലുള്ള ടോപ്പോളജി ടോ ഐ എന്ന് പറയുന്നത് കോഷ്യൻ ടോപ്പോളജി ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ കോഷ്യൻ ടോപ്പോളജി ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇത് പൈ ഐ കോഷ്യൻ ടോപ്പോളജി ആണെന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ് ഐയിൽ നമ്മളൊരു ഓപ്പൺ സെറ്റ് എടുത്താൽ വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഐ എടുത്താൽ അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് ഓപ്പൺ ഇൻ എക്സ് ആണെന്ന് കാണിക്കണം. അങ്ങനെയാണെങ്കിലാണ് ടോ ഐ കോഷ്യൻ ടോപ്പോളജി ആവുന്നത്. വി ഈസ് ഓപ്പൺ ഇൻ എക്സ് ഐ ഇഫ് ആൻഡ് ഓൺലി ഇഫ് പൈ ഐ ഇൻവേഴ്സ് വി ഈസ് ഓപ്പൺ ഇൻ എക്സ് എന്ന് കാണിക്കാൻ കഴിഞ്ഞാൽ ഇത് ഈ എക്സിൽ
എക്സ് ഐയിലുള്ള ടോപ്പോളജി ടോ ഐ കോഷ്യൻ ടോപ്പോളജി ആണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ഐയിൽ ഒരു ഓപ്പൺ സെറ്റ് വി എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൈ ഐ എങ്ങനെയാണ്, പൈ ഐ പ്രൊജക്ഷൻ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. പ്രൊജക്ഷൻ ഫങ്ഷൻസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പണിങ് എക്സ് ആയിരിക്കും. അതായത് ഇവിടെ വി എടുക്കുന്നു, അതിൻ്റെ ഇൻവേഴ്സ് ഇമേജ് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പണിങ് എക്സ് കിട്ടുന്നു. ഇനി ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗം കിട്ടിയില്ലേ. ഇനി തിരിച്ച് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പണിങ് എക്സ് എടുക്കുന്നു, പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പണിങ് എക്സ് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഓപ്പൺ ഇൻ വി ആണ്, ഓപ്പൺ ഇൻ എക്സ് ആണ്. ഈ പൈ ഐ ആണെങ്കിൽ ഒരു ഓപ്പൺ മാപ്പാണ്. എല്ലാ പ്രൊജക്ഷൻ ഫംഗ്ഷനും ഓപ്പൺ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇമേജ് പൈ ഐ ഇൻവേഴ്സ് ഓഫ് വി ഈസ് ഓപ്പണിങ് എക്സ് ഐ ആയിരിക്കും, ബട്ട് പൈ ഐ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇത് സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ദിസ് ഈസ് ഈക്വൽ ടു വി ആണ്. അതുകൊണ്ട് വി ഈസ് ഓപ്പണിങ് എക്സ് ഐ. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്തു. ഓക്കെ.